വിഗ്രഹം വരദജിന്മുദ്രാധരം സുന്ദരം കാഷായാംബരധാരിണം ഗളതലേ രുദ്രാക്ഷമാലാന്വിതം ബ്രഹ്മാനന്ദസുഖപ്രശോഭിതമുഖം വീരാസനെ സംസ്ഥിതം ശ്രീരാമാനന്ദയതീശ്വരം ഗുരുവരം ഭൂയോ നമസ്യാമി. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ നമ്മൾ വായിച്ച് നിർത്തിയ ഭാഗത്തിൻ്റെ തുടർച്ച. അല്ലയോ വത്സ, സാരമായത് നന്നായി അറിഞ്ഞ് സാരമായ ഇത് നന്നായി അറിയാത്ത അനേകം പേർ മോഹമാർന്ന് കഴിയുന്നു. ശുഷ്കതർക്കങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കുകയില്ല. ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ശാസ്ത്രങ്ങളിൽ അതീവ ഗോപ്യമായിരിക്കുന്നു. ആർക്കും യാതൊരു സംശയവും വേണ്ട, ഈ സദസ്സിൽ മരുവുന്ന വിദ്വാൻമാരിൽ ആർക്കും ഇതിനെ ബോധമില്ല. ഈ രാജാവ് അറിഞ്ഞവനാണ്, ഞാനും അറിയുന്നുണ്ട്, വേറെ ആർക്കും അറിഞ്ഞുകൂടാ. ആരെത്ര വാദിച്ചാലും ഞാൻ ചെയ്ത ചോദ്യത്തിന് സമാധാനം ഒരിടത്തും കിട്ടുകയില്ല. മിക്കതും പണ്ഡിതന്മാർ സഭയിൽ പ്രസംഗിക്കും, തർക്കിക്കും, എന്നാൽ പരമാർത്ഥബോധം ഒരുത്തർക്കുമില്ല. എത്രയോ ഗ്രന്ഥങ്ങളെ ശരിയായി പഠിച്ച് അത്യന്തം ബുദ്ധിമാനായുള്ളവനായാലും ദേവതാനുഗ്രഹത്തെ നേടി സദ്ഗുരുവിനെ സേവിച്ചില്ലെങ്കിൽ തർക്കം കൊണ്ട് ഒരിക്കലും അറിയുകയില്ല. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. അനന്യവൃത്തനായി ശ്രവണം ചെയ്തു കൊള്ളുക. ഏകാഗ്രതയോടുകൂടി ശ്രവിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ബോധം ഉണ്ടാവുകയില്ല. ഈ വിജ്ഞാനം ഏതൊരു കാലത്തോളം തന്നിൽ ഉദാഹരിക്കാതെ ഇരിക്കുന്നു, അക്കാലത്തോളം ഗുരുനായകൻ 1000 പ്രാവശ്യം പറഞ്ഞാലും കേട്ടാലും ഫലമില്ല. ഒരുത്തൻ മുക്താഹാരം കണ്ടത്തിലുണ്ടെന്നറിയാതെ മൂഢതയാൽ എല്ലായിടത്തും തേടി കാണാതെ കള്ളന്മാർ കട്ടുകൊണ്ടുപോയി കളഞ്ഞു എന്ന് വിചാരിച്ച് ആർത്തനായി വലയുന്നു. പിന്നെ മറ്റൊരാൾ മാല കണ്ടത്തിലുണ്ടെന്ന് കാണിച്ചു പറഞ്ഞാലും തന്നെത്താൻ ഉദാഹരിക്കാതെ എത്രത്തോളം തന്നുടെ കണ്ഠം ദർശിക്കാതിരിക്കുന്നുവോ അത്രത്തോളം കണ്ഠസ്ഥമായ ഹാരം പ്രാപിക്കുകയില്ല. സൂക്ഷ്മബുദ്ധി ഉണ്ടെങ്കിലും സാധിക്കില്ല. ഇതുപോലെ സ്വസ്വരൂപത്തെ വീണ്ടും വീണ്ടും താൻ ശ്രവിച്ചാലും എത്ര കേമനായാലും അന്തരാത്മന എത്രത്തോളം ഉദാഹരിക്കുന്നില്ല അത്രയും കാലത്തോളം ബഹിർഭാഗത്ത് മാത്രം നോക്കുന്നവൻ ആത്മരൂപം എങ്ങനെ കാണും? എങ്ങുമുള്ള വിഷയങ്ങളെ പ്രകാശിപ്പിക്കാൻ ദീപം വേണം. എന്നാൽ ദീപത്തെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു ദീപം ആവശ്യമില്ല. ദീപം താനേ തന്നെ പ്രകാശിക്കുന്നു. അത് മറ്റൊന്നിനെ അല്പം പോലും അപേക്ഷിക്കുന്നില്ല. അർക്കാദി ജ്യോതിസുകളെല്ലാം ഇങ്ങനെ സ്വയം പ്രകാശിച്ചു കൊള്ളുന്നു. ദീപാദികളെ വേറെ വസ്തു പ്രകാശിപ്പിക്കാതിരുന്നാലും അത് പ്രകാശിക്കുന്നില്ലയോ? ചിൽപ്രകാശങ്ങളായ ദീപാദി ജഡങ്ങൾ പോലും സ്വപ്രകാശങ്ങളായി ഭാസിച്ചു കൊണ്ടിരിക്കെ ചിത്തത്വം പ്രകാശിക്കുന്നില്ലെന്ന് തോന്നിയാലും പ്രകാശിക്കാതെ ഇരിക്കുന്നില്ല എന്നതിൽ അങ്ങയ്ക്ക് വല്ല സംശയവുമുണ്ടോ? ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. നമുക്കറിയാം, ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞത് ദേവതാനുഗ്രഹമാണ്. ദേവതാനുഗ്രഹത്തിന് നമ്മളൊരു അർത്ഥം കൊടുത്ത് എന്തിനാണ് ചെയ്തത്? ദേവതാനുഗ്രഹം ഇല്ലെങ്കിൽ ഇതിൻ്റെ ജ്ഞാനം ഉണ്ടാവില്ല, ഇതിനെ പ്രാപിക്കാൻ സാധിക്കില്ല, അതിൻ്റെ സ്വരൂപത്തെ അറിയാൻ സാധിക്കില്ല. അപ്പം വാസ്തവത്തിൽ ഈ ദേവതാനുഗ്രഹമാണ് ഇതിൽ വളരെ മുഖ്യം. ഇവിടെ പറഞ്ഞ ഈ ദേവത ഈ ത്രിപുര മഹേശ്വരി അമ്മയാണ്. വാസ്തവത്തിൽ എന്താണ് നമ്മൾ പറഞ്ഞു? മനസ്സിൻ്റെ ശുദ്ധി. അത് സത്വഗുണപ്രധാനമായി മനസ്സ് വരുന്നതിനെയാണ് ദേവത എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന് 3 ഗുണങ്ങളാണ്. ആ ഗുണങ്ങളിൽ 3 ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഒരാളിൽ എപ്പോഴും പരിശോധിച്ചാൽ ചിലപ്പം സത്വഗുണം അധികരിച്ച് നിൽക്കും, ചിലപ്പോൾ രജോ ഗുണം അധികരിച്ച് നിൽക്കും, ചിലപ്പോൾ തമോ ഗുണം അധികരിച്ച് നിൽക്കും. ഇങ്ങനെ നിൽക്കും. ഒരു ദിവസം തന്നെ 1000 വട്ടം ഇത് മാറിയും തിരിഞ്ഞ് നിൽക്കും. മഹത്തുക്കൾ പറയുന്ന ഇതാണ്, ഈ മനസ്സിൻ്റെ ഈ ഗുണങ്ങളിൽ സത്വഗുണമാണ് മുഖ്യം. സത്വഗുണത്തെ അധികരിപ്പിച്ച് നിർത്താൻ. സത്വഗുണത്തെ അധികരിപ്പിച്ച് നിർത്തുന്നതിന് അവരൊരു സൂത്രം പറഞ്ഞു തന്നു. ഈശ്വരപരമായിട്ടുള്ള മനോവൃത്തികളെ വയ്ക്കുക, ദൈവികമായിട്ടുള്ള
മനോവൃത്തികൾ, സേവ, അർച്ചന, വഴിപാട്, ഇതൊക്കെ അതിൻ്റെ ഈശ്വരോന്മുഖമായ മനസ്സിനെ വച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവത്തിൽ ഈ മനസ്സ് സത്വഗുണത്തെ മുന്നിട്ട് നിർത്തി നിൽക്കും. തനത് സന്മാർഗത്തെ വിടാമൽ ഇരുന്നപോത് തമോ ഗുണവും ശമോ ഗുണവും ശമിക്കും, സത്വഗുണം അധികരിച്ച് നിൽക്കും എന്നാണ് പറയുന്നത്. ഈ സത്വഗുണത്തെ അധികരിപ്പിച്ച് നിർത്തുന്ന ഒരു സ്വഭാവത്തിൽ നമ്മൾ മരുവുന്നത് തന്നെയാണ് ദേവതാനുഗ്രഹമായിട്ട് നമ്മൾ കാണേണ്ടത്. അല്ലാതെ വേറെ ഒരു ദേവത ഇനിയില്ല. ഇതെല്ലാം ഈ ആത്മസ്വരൂപത്തിൻ്റെ പല 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 മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് വിഷയങ്ങളോടുള്ള താല്പര്യത്തെ വെടിഞ്ഞൊരു പുരുഷൻ അല്ലെങ്കിൽ ഒരാൾ തന്നെ ചിന്തിക്കാത്ത അർത്ഥം എന്തിനാണ്? ഇതിനെ വിടുക എന്നാണ്. ഇതിനെപ്പറ്റിയുള്ള ആ ഒരു വ്യവഹാരത്തെ വെടിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവത്തെ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രം മതി. ആ മനസ്സ് സത്വഗുണപ്രധാനമായിട്ട് നിൽക്കും. ഈ സത്വഗുണപ്രധാനമായ മനസ്സിൽ ഈ ജ്ഞാനമുണ്ടാകുമെന്നാണ് പറഞ്ഞതിൻ്റെ വേറൊരർത്ഥം. അല്ലാതെ ഈ രജഗുണ തമോ ഗുണങ്ങൾ കലർന്ന് മുന്നിൽ നിൽക്കുന്ന മനസ്സിന് ഈ ജ്ഞാനം ഉണ്ടാവില്ല. പറഞ്ഞു ഈ രജോഗുണ തമോ ഗുണങ്ങൾ തന്നെയാണ് അവിദ്യയായിട്ട് പറഞ്ഞത്. ഈ അവിദ്യയ്ക്ക് വശംവദനായിട്ട് നിൽക്കുന്ന സ്വഭാവമാണ് അജ്ഞാനം. വിദ്യയ്ക്ക് വശംവദമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിദ്യ ഇതിൽ മുന്നിൽ നിന്നാൽ അത് ഈശ്വരത്വമാണ്, അത് ജ്ഞാനമാണത്. ജ്ഞാനം എന്ന് പറയുന്നത് ഈ സത്വഗുണത്തെ അധികരിപ്പിച്ച് നിർത്തുന്നത് തന്നെയാണ്. പക്ഷെ അത് സ്വഭാവസിദ്ധമായി ആർക്കും സാധിക്കില്ല. അതിനവർ പറയുന്നു ഈ അനുഭവം ഇതിലുണ്ടാവണം. ഞാൻ ആരാണെന്നുള്ള ആ ഒരു ആരാഴ്ചയിൽ ഇത് തെളിഞ്ഞ് വരും. മനസ്സിലായില്ലേ? തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പ്രത്യേകാത്മ സ്വരൂപം തെളിഞ്ഞു വരും. നമ്മൾ ഇന്നലെ വായിച്ചത് മനസ്സിലായില്ലേ? അതായത് 6 അടയാളങ്ങളോട് കൂടി ഈ ശ്രവണം ചെയ്ത് അതിൽ നല്ല ഏകാഗ്രതയോടുകൂടി മനനം ചെയ്ത് ആ മനനത്തിൻ്റെ നിധിധ്യാസനത്തോടു കൂടി ബഹുകാലം കഴിയുമ്പോഴാണ് ഈ ഞാനെന്ന ബോധം ഉണ്ടാവുന്നത്. ഞാൻ അതായത് ആ 9 ലക്ഷ്യമായി വരെയാണ്. അത് വെച്ചാൽ ഈ ആത്മാവ് ഇത് തെളിഞ്ഞ് വരണത്, ഇതാണ് പരോക്ഷജ്ഞാനം. അങ്ങനെ ആ പരോക്ഷജ്ഞാനം വന്നതിന് ശേഷം ഇതിലെ കർത്തൃത്വ ഭോക്തൃത്വങ്ങളെ വെടിഞ്ഞ് എത്ര കാലം കഴിയുമോ അതാണ് അപരോക്ഷ ജ്ഞാനമായിട്ട് വരുന്നത്. ഇങ്ങനെ ശുദ്ധമായി വരുന്ന ആ അന്ധക്കരണത്തിന് പിന്നെ ഈ കർത്തൃത്വ ഭോക്തൃത്വ രൂപമില്ല. പിന്നെ മറ്റങ്ങനെയല്ല, എല്ലാം അഭിമാനിക്കില്ല, ഞാൻ ചെയ്തു എന്നൊരു അഭിമാനം. എന്നുവെച്ചാൽ എല്ലാത്തിനും ഞാൻ കേവനെന്നുള്ള വെറുതെ ഒരു തോന്നൽ. ഇതാണ് അറിവില്ലായ്മയുടെ പ്രകൃതം. ഞാൻ ഈ ഞാൻ ആരാന്ന് നോക്കാൻ പറഞ്ഞു. സ്വാമി പറഞ്ഞത് ആരാണ് ഈ ഞാനെന്ന് നോക്കാൻ പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം ഈ ഞാനെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കഥയില്ലാത്ത ഒന്നാണ്. ഈ അഹങ്കാരിയാണ്. ഈ അഹങ്കാരി അറിയാനെന്ന് പറയും. അവൻ്റെ ധർമ്മങ്ങൾ അവൻ്റെ ചെയ്യലുകളുമാണ് ഈ ലോകത്ത് നമ്മൾ വ്യവഹരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആത്മാവ് എങ്ങനെയാണ് നിൽക്കുന്നത്? ഇതിന് കേവലം സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. പുലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും, പലതും ഇതിങ്ങനെ ഉറ്റുപാർത്തു നിൽക്കും, വിലമതിയാതെ വിളക്ക് ഉദിക്കുകയും പൊലിവതുമല്ലിത് കണ്ട് തേറിടണം. ഈ വിളക്കിൻ്റെ സ്വഭാവം ഇതാണ് ആത്മജ്യോതി. ഇതിൻ്റെ സ്വഭാവം ഇത് ഒന്ന് കത്തിച്ച് വരണതല്ല. അതായത് ഇത് ഉദിക്കുകയോ ഒടുങ്ങുകയോ ചെയ്യുന്ന രൂപത്തിലല്ല. ഇത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഈ ജീവനാണ് ഇതിൽ ഉണ്ടാവുകയും ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്നത്. ജീവൻ എന്ന് വെച്ചാൽ അന്ധകരണത്തിൻ്റെ വിജൃംഭണമാണ്. അറിഞ്ഞില്ലേ? മനസ്സിൻ്റെ അന്ധകരണത്തിൻ്റെ പൂർണ്ണ വികാസമാണ് ജാഗ്രത അവസ്ഥ. അന്ധകരണത്തിൻ്റെ അർത്ഥവികാസം സ്വപ്നാവസ്ഥ. ഈ അന്ധകരണത്തിൻ്റെ ലയം സുഷുപ്ത്യാവസ്ഥ. ഈ 3 അവസ്ഥയും ഈ അന്ധകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇവർ പറയുന്നു ഈ പറയുന്ന ജാഗ്രമോ സ്വപ്നമോ സുഷുപ്തിയോ ഇതെല്ലാം കേവലം ഇതിലൊരു തോന്നലുകൾ മാത്രമാണ്. വാസ്തവത്തിലുള്ളത് ഈ ആത്മ മാത്രമാണ്. അതെങ്ങനെ ഇരിക്കുന്നു? കേവല സാക്ഷി മാത്രമായിട്ടിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ജ്ഞാനം ഉണ്ടാക്കേണ്ടത്. തന്നെ അറിയാമെന്ന് പറഞ്ഞു ഇതിനെയാണ്. ഇപ്പം കേൾക്കാനേ പറ്റുള്ളൂ. ഇത് നല്ല വിചാരം ഉണ്ടായി വന്നാൽ മാത്രമേ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എത്ര കാലത്തോളം തന്നിൽ ഉദാഹരിക്കാതിരിക്കുമോ അത്രയും കാലത്തോളം ഇതിൻ്റെ ഗ്രാഹ്യം ഉണ്ടാവില്ല.
ഉദാഹരണം പറഞ്ഞ ഇതാണ്, ഒരാൾ ഒരു ഹാരം ധരിച്ചിട്ട് ആ ഹാരം കണ്ടില്ല എന്നൊക്കെ ഒരു ഭ്രമത്തിലൊരു തോന്നൽ അയാൾ ധരിച്ചിരിക്കുകയാണ്. ചിലർ കണ്ണാടി കണ്ണിൽ വെച്ചിട്ട് ഈ കണ്ണാടി തപ്പുന്നവരില്ല, അറിയില്ല, ഇത് ഒരു സഹജമായിട്ട് ഉള്ളൊരിതാണ്. ഒടുവിൽ ആരെങ്കിലും ചൂണ്ടിക്കഴിഞ്ഞാൽ കണ്ണാടി നിങ്ങളുടെ മുഖത്തുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കാണുന്ന പോലെ ഇതുപോലെയാണ്. അതുവരയ്ക്കും ഇത് നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുകയാണ്. ഇതുപോലെ തൻ്റെ ആത്മസ്വരൂപം, അതാണ് വസ്തു നഷ്ടപ്പെട്ടതുപോലെയാണ് നമുക്കിപ്പോൾ ഇരിക്കുന്നത്. വാസ്തവത്തിൽ അത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ മാത്രം പോരാ, അതിൽ നമ്മൾ ഉദാഹരിക്കണം. നമ്മൾ ഉദാഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളതിൽ പരിശോധിച്ച് അറിഞ്ഞോളണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ആ രൂപത്തിലാണ് ഇതിൻ്റെ പ്രാപ്തി പറയുന്നത്. ഇവർ പറയുന്നത് എത്ര കേമനായാലും അന്തരാത്മന എത്രത്തോളം ഉദാഹരിക്കുന്നില്ലയോ അത്രത്തോളം കാലം ബഹിർഭാഗത്ത് നോക്കുന്നവൻ, അതായത് ഇതിൻ്റെ വെളിഭാഗമാണ് അവർ അറിയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് അതിനെ ആ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതിനെ അറിയേണ്ടത്. അതിൻ്റെ ഉള്ളിലിരുന്നാണ് ആ പ്രത്യേകാത്മ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് ജ്വലിക്കുന്നത്? ഞാൻ എന്നുള്ളതാണ് ഒന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അഹമഹമെന്ന് അറിയുവതൊക്കെ ആരായുകിൽ അകമേ പലതല്ല ദേഹമാകുന്നത് ആത്മാവാണ്. ഈ ഞാനെന്ന് പറയുന്നത് ആർക്കെങ്കിലും പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ എന്ത് ചെയ്യുന്നത് ഞാനെന്നുള്ള ഭാവത്തിലാണ് അല്ലേ? ഇത് ഞാൻ ബ്രാഹ്മണൻ, ഞാൻ കൂടിയ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഞാൻ മേധാവിയാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ആരോഗ്യവാനാണ്. ഞാൻ ആരാണെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ തേടിയാൽ അത് ഇല്ലാതായിപ്പോവും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സ്ഫുരണയാണ്, ആത്മസ്ഫുരണയാണത്. ഇതിനെ തിരിച്ചറിഞ്ഞാൽ ജ്ഞാനമായി. അതേസമയം ഇതിൻ്റെ ബഹിർഭാഗം എന്ന് പറയുന്നത് ഈ അഭിമാനമാണ്. ഞാൻ വലിയ ആളാണെന്നുള്ള ഒരു ഭാവമാണ്. ഇത് അഹങ്കാരം. ഈ അഹങ്കാരം ഇരിക്കുന്നിടത്തോളം ഇതിനറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഉദാഹരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കേവലമായിട്ട് ചമയുക എന്നാണ്. നിർവികാര സാക്ഷിയാണ് ആത്മാ. അപ്പം അത് ഉദാഹരിക്കണം, അത് തന്നിൽ ഉദാഹരിക്കണം. ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം തന്നിൽ ഉദാഹരിച്ച് നിന്ന് ധ്യാനിക്കുന്നവർക്ക് ഇതിൻ്റെ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാവും, അനുഭവവേദ്യമായി ജ്ഞാനം ഉണ്ടാവും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ പറയുന്നു എങ്ങുമുള്ള വിഷയങ്ങളെ പ്രകാശിപ്പിക്കാൻ ദീപം വേണം. എന്നാൽ ദീപത്തിന് പ്രകാശിപ്പിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും, ഈ വസ്തുക്കളെല്ലാം തിരിച്ചറിയുന്നതിന് ഈ ഇന്ദ്രിയങ്ങളും എല്ലാം വേണം. എന്നാൽ തന്നെ അറിയാൻ ഇതുവെല്ലാം വേണം. അത് സ്വയം ജ്യോതിയാണ്, സ്വയം ജ്യോതിയായിട്ടാണ്. ആത്മജ്യോതി ശിവോസ്മ്യഹം, സ്വയം ജ്യോതി ആത്മജ്യോതി ശിവോസ്മ്യഹം, ഇങ്ങനെ നമ്മുടെ പദ്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സുപ്രകാശമായിട്ട് ഇരുന്ന് സ്പിരിച്ചുകൊണ്ട് ആ സ്ഫുരണയാണ് ഞാൻ എന്നുള്ള അത് തന്നെയാണ് ഓം എന്ന് മഹത്തുക്കൾ പറയും. ഓം എന്നാണ് ഇതിൻ്റെ പ്രണവ മന്ത്രമായിട്ട് ഇത് ജ്വലിക്കുകയാണ്. അതെങ്ങനെ നമ്മൾ കാണുന്നുണ്ടോ? പക്ഷേ ഇല്ല. എന്തുകൊണ്ട് കാണുന്നില്ല? നമുക്കതിൽ ശ്രദ്ധയില്ലല്ലോ. ആരാണോ ഇതിനെ അറിയണമെന്നുള്ള വിചാരത്തോടു കൂടി, പിന്നെ ജിജ്ഞാസയോടുകൂടി ഇതിൽ വർത്തിക്കുന്നു, അവർക്കിത് അറിയാൻ സാധിക്കും. ദീപം താനേ തന്നെ പ്രകാശിക്കുന്നു. അത് മറ്റൊന്നിനെ അല്പം പോലും അപേക്ഷിക്കുന്നില്ല, വേറെ ഒന്നിനെ അപേക്ഷിക്കാതെ അത് പ്രകാശിക്കുന്നു. ഈ ലോകത്തുള്ള വസ്തുക്കളെല്ലാം ഓരോന്നിനെ അപേക്ഷിച്ചാണ് പ്രകാശിക്കുന്നത്. സൂര്യനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച്, അതല്ലെങ്കിൽ ചന്ദ്രനെ അപേക്ഷിച്ച്, ദീപാദികളെ അപേക്ഷിച്ചാണ് ഈ ലോകവസ്തുക്കളെല്ലാം പ്രകാശിച്ചിരിക്കുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ചന്ദ്രനോ നക്ഷത്രമോ ഈ ദീപമോ ഇല്ലെങ്കിൽ ഈ ലോകത്തെ നമുക്ക് അറിയാനേ പറ്റുമോ? ഒരു കുറ്റാക്കുറ്റി ഇരുട്ടാണ്, വാസ്തവത്തിൽ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇവർ പറയുന്നു ഇതിങ്ങനെ അപേക്ഷിച്ചറിയുന്ന വിധത്തിലല്ല തൻ്റെ ആത്മസ്വരൂപം ഇരിക്കുന്നത്. ഇത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇതിനെ അറിയേണ്ടത് തന്നിൽ ഉദാഹരിച്ചറിയണം. ഇത് സ്വയം ജ്യോതിയായിട്ടിരിക്കുന്നു. ജ്യോതിസാം ജ്യോതി, എല്ലാ ജ്യോതികൾക്കും ജ്യോതിസാണ്. സൂര്യനെയും പ്രകാശിപ്പിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സർവ്വതിനെയും പ്രകാശിപ്പിച്ചിട്ട്
അതിൽ ചേരാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഗുണവികാരങ്ങളെ താൻ വഹിക്കാതെ, ഒരു പറ്റുമില്ലാതെ ഇത് ഇരിക്കുന്നു. ആകാശം പോലെ. ആകാശം ഇതിനൊരു ഉദാഹരണമാണ്. ഈ ആകാശത്തിൽ ഈ നക്ഷത്രാദികളും ഈ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം കിടക്കുന്നെങ്കിലും ആകാശവുമായിട്ടുള്ള സംബന്ധം എങ്ങനെയാണ്? ഒട്ടാത്ത സംബന്ധമാണ്. അതിലൊട്ടുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു വസ്തു ഈ ആകാശമായിട്ട് ഒട്ടിയിട്ടുണ്ടോ, സ്പർശിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ ഭാവമോ അഭാവമോ ആകാശത്തെ ബാധിക്കുന്നില്ല. ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആകാശത്തിനൊരു ഗുണമോ ദോഷമോ ഇല്ല. ഈ രൂപത്തിലാണ് ഈ അറിവിൽ, ഈ അനന്ത അറിവിൽ ഇതെല്ലാം തോന്നിയിരിക്കും. ഇതൊക്കെ ചെറിയ ക്ഷണിക അറിവുകളാണ്. ഇതെല്ലാം അറിവുകളാണ്. വാസ്തവത്തിൽ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഇതെല്ലാം അറിവുകളാണ്. ഓരോരോ അറിവ്. തെങ്ങെന്നുള്ള അറിവാണത്. മകളും മകനെന്നുള്ള അറിവാണ്. കേവല അറിവാണ്. ഇതെല്ലാം ഈ അഖണ്ഡ അറിവിലെ തോറ്റമാണ്. ചെറിയ 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 കുമിളകൾ പോലുള്ള തോറ്റമാണ്. അതുപോലെ ഈ ആകാശത്തിൽ അനന്ത ഗ്രഹങ്ങളും നക്ഷത്രങ്ങളിൽ കിടക്കുകയല്ല. ഇതെല്ലാം ആകാശത്തെ സംബന്ധിച്ച് ഒന്നുമില്ല, തുച്ഛമാണ്. അനന്തമാണ് ആകാശം. ഒരു വിധത്തിൽ തൻ്റെ സ്വരൂപത്തെ ആകാശത്തോട് ഉപമിക്കാം. ആകാശത്തിന് എല്ലാ പ്രത്യേകതകളുമുണ്ട്. തൻ്റെ സ്വരൂപത്തിൻ്റെ എല്ലാ പ്രത്യേകതകളുമുണ്ട്. ഒന്ന്, പറ്റില്ല. രണ്ടാമത്, ഇതിനെല്ലാത്തിനും ഒരപേക്ഷയില്ലാതെ ഇടം കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് ഇടം കൊടുത്തിരിക്കുകയല്ല. ആകാശത്തിന് ഇതിന് ഇടം കൊടുത്തുകൊണ്ട് ആകാശത്തിന് ഒരു മേന്മയുമില്ല. ഇടം കൊടുത്തിരിക്കുന്നു എന്നല്ലാതെ ആകാശം ഇതുമായിട്ട് യാതൊരു സംബന്ധവും ഇല്ലാതെ നിൽക്കുന്ന പോലെ ഈ ചിത്ത് ഇതിനെല്ലാത്തിനും ഒന്നിനും ഇടം കൊടുത്തിട്ടില്ല എന്നാണ് വേദം പറയുന്നത്. ഇനി ഒരു ഉദാഹരണത്തിന്, ഒരു ചെറിയ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇത് ഇടം കൊടുത്താൽ ഇതുമായിട്ടൊന്നും ഒരു സംബന്ധവും ഇല്ല. ഇതിന് ചിത്ത ഒന്നിനും ഇടം കൊടുത്തിട്ടില്ല. കാരണം വേറെ അന്യമായിട്ടൊന്നും തന്നെ ഇല്ല എന്നാണ് ആ ശാസ്ത്രത്തിൻ്റെ നിഗമനം. എന്തെങ്കിലും വേറെ ഉണ്ടെങ്കിലല്ലേ ഇടം കൊടുക്കേണ്ടി. പക്ഷേ ആകാശത്തെ ഉപമിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ പഞ്ചഭൂതങ്ങളിൽ ഈ ആകാശമാണ് ആദ്യം ഉണ്ടായത്. ഏതായാലും ഒരു സാധനം ഇരിക്കണമെങ്കിൽ അതിൻ്റെ ഇരിക്കാനുള്ള ഒരു സ്പേസല്ലേ ഉണ്ടാവേണ്ടത്, അല്ലേ? അതാണ്, ആകാശമാണ് ആദ്യം ഉണ്ടായത്. ആകാശത്തിൽ നിന്ന് വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി. ഇങ്ങനെ 5 ഭൂതങ്ങളും ഇതിൻ്റെ പാരൻ്റ് എന്ന് പറയുന്നത് ആകാശമാണ്. ഈ ആകാശത്തിൻ്റെ ഗുണം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ ഗുണം, അതാണ് സത്യം. എന്നുവെച്ചാൽ അത് ഒന്നിലും പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇത് നമ്മുടെ ആത്മസ്വരൂപത്തിൻ്റെ ഒരു വലിയ ഉദാഹരണം മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ആകാശം ഒന്നിലും പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ കൈങ്ങനെ വീശുന്നില്ല. ഇത് ആകാശത്തിലാണ്. ഇത് ആകാശമാണ്. ഈ ആകാശം നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിബന്ധം സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന മറ്റതെല്ലാം പ്രതിബന്ധമുണ്ട് ചെറുതായിട്ട്. വായു, അഗ്നി, ജലം, പൃഥ്വി, ഇതെല്ലാം ഈ പറയുന്ന ചില പ്രത്യേക സവിശേഷ ഗുണങ്ങളുണ്ട്. പക്ഷെ ആകാശത്തിന് ആ പറയുന്ന ഒരു പ്രത്യേകതകളുമില്ല. ശബ്ദഗുണമാണ് ആകാശം. അപ്പോൾ ഇതാണ് ഈ ആകാശം പോലെ നിർമ്മലമാണ് ഈ ആത്മ. ഈ ആകാശം പോലെ പറ്റില്ലാതെ പരിപൂർണമായിരിക്കുന്നതാണ് ഈ ആത്മ. പരിപൂർണം. ഇതെല്ലാം നമുക്ക് അവർ പറഞ്ഞു തരുന്ന സാക്ഷ്യങ്ങളാണ്. ഇത് വെച്ചുകൊണ്ട് തന്നിൽ ഉദാഹരിക്കണം. ആ രൂപത്തിൽ നമുക്ക് ചമയാൻ പറ്റുമോ? അതാണ് ഉദാഹരിക്കുന്നത്. അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും വിചാരിക്കുന്നതല്ല. ഇതെല്ലാം വിട്ട് കേവലം ആത്മസ്വരൂപമായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോഴേ എന്തെങ്കിലും വഴപ്പുണ്ടെങ്കിൽ അതിനെ വിടുക. ചിന്തകളാണ് ഇതിൽ വരുന്ന വഴപ്പുകൾ. അതെല്ലാം ഉപശമിക്കുക. ആ ചിന്തകൾക്ക് കാരണം എന്താണ്? ഈ ലോകത്തോട് വെച്ചിരിക്കുന്ന സത്യബുദ്ധിയാണ്. ഈ സത്യബുദ്ധിയെ നമുക്ക് പിൻവലിക്കാൻ പറ്റുമോ വെച്ച്? പൂർണ്ണമായും പിൻവലിക്കാൻ ആർക്കും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളാണ്, അല്ലേ? ഭാഗമല്ലേ? മകനെന്നോ മകളെന്നോ എല്ലാം അതിന് വാല്യുബിൾ തന്നെയാണ്. പക്ഷേ ഇത് പറയുന്നു, ഇതിലേക്ക് തിരിയണമെങ്കിൽ ഇതിനോടുള്ള ആശാപാശങ്ങളെ കുറച്ച് കുറഞ്ഞേ പറ്റൂ. അല്ല പറ്റേന്നുമില്ല. എല്ലാത്തിലും വെച്ചിരിക്കുന്ന രൂഢമൂലമായ അഭിമാനം പിൻവലിക്കണം.
ഇതിന് അവർ ചെയ്തിരിക്കുന്ന ഉപായം നമ്മുടെ ചിന്മയാനന്ദ സ്വാമി പറയും. അദ്ദേഹത്തിന് 5 മക്കളാണ്. ഭയങ്കര ഉത്കണ്ഠയാണ് എല്ലാവരിലും. അതിൽ ആർക്കെങ്കിലും ഒരു പനിയോ ജലദോഷമോ വന്നാൽ അദ്ദേഹത്തിനുള്ളതൊന്ന് ദുഃഖം ചെറുതല്ല, സാധാരണ ആർക്കും ഇല്ലത്. ഒരു പ്രത്യേക ഒരു വാത്സല്യം, ഒരു സ്നേഹമാണ്. കാരണം തനിക്ക് എന്തെങ്കിലും ആയാൽ പോലും ഒന്നുമില്ല, മറ്റേ താനുമായി ബന്ധിച്ചിരിക്കുന്ന ആളുകൾക്കൊന്നും വരരുത്. അതാണ് സ്വാമിയുടെ വലിയൊരു സ്വഭാവമാണ്. സ്വാമി ഒടുവിൽ പറഞ്ഞ് എല്ലാം ഞാൻ ഈശ്വര സമർപ്പണം ചെയ്തു. സ്വാമി വിചാരിച്ച കണക്ക്, അച്ഛൻ വിചാരിച്ച കണക്ക് പിള്ളേരാരും വളർന്നില്ല. പിന്നെ നല്ല ചാർട്ടേഡ് എഞ്ചിനീയറിങ് നല്ല ഹൈ ലെവലിൽ പോയ ആൾക്ക് മക്കളാരും ഗവൺമെൻറ് ജോലിയിൽ വന്നില്ല. സ്വാഭാവികമായിട്ട് വിഷമമുണ്ടാവും, ഉണ്ടാവില്ല. പക്ഷെ അതെല്ലാം എങ്ങനെ മാറ്റിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു, ഞാൻ എല്ലാം ഈശ്വര സമർപ്പണം ചെയ്തു. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഫ്രീയാണ്. ബിക്കോസ് ഞാൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു, ഈശ്വരന് കൊടുത്തു കഴിഞ്ഞു. കാരണം ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, എല്ലാം ആ ഈശ്വരനാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ വളരെ ആലോചിച്ച് നോക്കിയാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ബേബി ചേച്ചിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും? എല്ലാം ഈശ്വരന് മാത്രമേ പറ്റുള്ളൂ. നിസ്സഹായമായിട്ട് നോക്കി നിൽക്കാനേ പറ്റൂ, അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് വന്നാൽ നിസ്സഹായമല്ലേ എന്ന് പറ്റുള്ളൂ. പക്ഷേ ഈശ്വരന് പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം ഈശ്വരന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുരിതം ഏറെക്കുറെ പൂർണ്ണമായി മാറും. എല്ലാം ഈശ്വരൻ എന്നറിയാതെ അല്ലലൊടുക്കാൻ കഴിയില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇത് ഈശ്വര സമർപ്പണം ചെയ്ത് നിൽക്കുന്ന ഒരു മനസ്സ് നമുക്ക് വരുന്ന പക്ഷം ഈ മനസ്സ് ദേവതാനുഗ്രഹത്തിൽ സമ്പുഷ്ടമാണ്. ആ മനസ്സിൽ ഈ ആത്മജ്ഞാനം ഉണ്ടാവും പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പറയാണ്, ചിൽപ്രകാശങ്ങളായ ദീപാദി ജഡങ്ങൾ പോലും സ്വപ്രകാശമായി ഭാസിച്ചു കൊണ്ടിരിക്കെ ചിത്തത്വം പ്രകാശിക്കുന്നില്ലെന്ന് തോന്നിയാലും പ്രകാശിക്കാതെ ഇരിക്കുന്നില്ല എന്നതിൽ അങ്ങേക്ക് വല്ല സംശയമുണ്ടോ? കാരണം ഇതെല്ലാം നമുക്ക് പ്രകാശിപ്പിച്ചിരിക്കുന്നത് ഈ ചിത്താണ്. ചിത്പ്രകാശമാണ് സർവത്ര വാസ്തവികമായ പ്രകാശം. കണ്ണ് കാണുന്നതിന് ഈ പ്രകാശത്തെ അപേക്ഷിച്ചാണ് കണ്ണ് ഈ വസ്തുക്കളെ അറിയുന്നത്. മനസ്സും സങ്കല്പിച്ചു ഊഹിച്ചുമാണ് ഈ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്, അല്ലേ? എന്നാൽ ഒരപേക്ഷയില്ലാതെ ഈ ആത്മാവ് ഇതിനെ പ്രകാശിപ്പിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വാമി ഇതിനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. കാരണം എത്ര പറഞ്ഞാലും ഈ ഒരു ഭാഗം നമുക്ക് മനസ്സിലാവില്ല. സ്വാമി പറഞ്ഞ ഇതാണ് ഒരു കഥ. നമ്മുടെ മലയാളത്തിലെ ഒരു സ്വാമി, അദ്ദേഹം ഇങ്ങനെ നടന്ന് തെലുങ്ക് നാട്ടിൽ ചെന്നു. അദ്ദേഹം ഇങ്ങനെ ഭിക്ഷാന്തേഹിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ കാണാം, അവിടെ അദ്ദേഹം ഒരു മരത്തിൻ്റെ മൂട്ടിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ 2 പേര് തങ്ങളിൽ ഭയങ്കര ഒരു കലഹം ഉണ്ടായി. കലഹം എങ്ങനെയാണ്? ഒരാൾ എന്തോ പറഞ്ഞ് മറ്റേ ആളിനെ അടിക്കുന്നു. ഇയാളെന്തോ വേറെ ചിലത് പറഞ്ഞുകൊണ്ട് ഇയാളെ അടിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടികലശലായി ബഹളമായി. അവസാനം ആരോ പറഞ്ഞ് പോലീസ് എത്തിയപ്പോൾ പോലീസ് ചോദിച്ചു, ഇത് കണ്ടവരാരെങ്കിലും ഉണ്ടോ, സാക്ഷി ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാരോ പറഞ്ഞു കൊടുത്തത്, ആ മരത്തിൻ്റെ മൂട്ടിൽ ഈ സ്വാമി ഒരാളവിടെ ഇരിക്കുന്നില്ല, അയാൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസ് എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളിതെല്ലാം കണ്ടോ? കണ്ടെന്ന് പറഞ്ഞു. കാരണം അത് ശബ്ദം ഇതാക്കി. എന്താണ് നടന്നത് എന്ന് പറയുമെന്ന്. അപ്പോൾ സ്വാമി എല്ലാം പറഞ്ഞു കൊടുത്തു. അയാൾ ഇങ്ങോട്ട് വന്നു, അയാൾ എന്തോ പറഞ്ഞപ്പം അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അപ്പോൾ അദ്ദേഹം അടിച്ച് ഉടനെ തന്നെ മറ്റേ ആളെന്തൊക്കെ പറയുന്നതിന് ഇതുമായിട്ട് തനിക്ക് എന്തെങ്കിലും ബാധയുണ്ടോ? തനിക്കിത് സംബന്ധിച്ച് വല്ല ദുഃഖമോ സുഖമോ ഉണ്ടോ? ഇല്ലല്ലോ. നാടകം കാണുമ്പോൾ അതിൽ ഈ പറയുന്ന ചിലർ മരിക്കുന്നു, ചിലർ ജനിക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. മനസ്സിന് ഖേദമുണ്ടാക്കുന്ന
ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ലേ? അതിൽ നമുക്ക് ബാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടില്ല? നമുക്കറിയാം അതൊരു നാടകമായിരുന്നു, അതൊരു കഥയാണ്. വേറെ രൂപത്തിൽ പറഞ്ഞാൽ അത് വാസ്തവമല്ലെന്ന് നമുക്കറിയാം അല്ലേ? ഇതാണ് ഇതിൻ്റെ അടിത്തറ. മഹത്തുക്കളും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് സാക്ഷി രൂപത്തിൽ ഇരിക്കുന്നതെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് സ്വാമി പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ഒരു അവസ്ഥ പറയണമെങ്കിൽ ഇദ്ദേഹം നിഷ്പക്ഷമാണ്. ഇപ്പം എയും ബിയും ആണ് അവിടുത്തെ രണ്ട് പേര്. എ അയാൾക്ക് അറിഞ്ഞൂട, ബി എ അറിഞ്ഞൂട. ഒന്നും തന്നെ ഇവർ അയാളുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം ഇദ്ദേഹം പറഞ്ഞു കൊടുക്കണം, ഇമോഷൻസൊക്കെ വന്നതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ ഈ സാക്ഷി ഇതിലിരിക്കുക, ഇതിൽ പറ്റാതെ, എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ സാക്ഷി ഇരിക്കുന്നതിന് നമ്മുടെ ചിന്മാരസ്വാമി പറഞ്ഞിരുന്നൊരു കഥയാണ്. എന്താണ് ഭാഷ അറിയാത്തതാണ് കാരണം, ഒന്നാമത്തെ കാരണം. എന്തു പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിഞ്ഞില്ല. അപ്പോൾ പറഞ്ഞ വാക്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, പറഞ്ഞ രൂപമൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതുപോലെ കേവലമായിട്ട് ഈ സാക്ഷി ഇതിനെല്ലാം അറിയുന്നു, ഒരപേക്ഷയില്ലാതെ അറിയുന്നു, ഒരു പക്ഷപാതം ഇല്ലാതെ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ ശരീരത്തിൻ്റെ, ഈ മനസ്സിൻ്റെ ഈ കുറവുകളും കൂടുതലുകളും എല്ലാത്തിനെയും സാക്ഷി പ്രകാശിപ്പിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ട് പറഞ്ഞാൽ ജീവന് സാക്ഷി മാത്രമായി നിൽക്കുമെന്നാണ്. ഈ ജീവന്, ഇതിൽ അഭിമാനിക്കുന്ന ജീവന് സാക്ഷിയായിട്ടിരിക്കുന്നത് ഈ ആത്മാവാണ്. അങ്ങനെ ഒരു സാക്ഷി രൂപമാണ് തൻ്റെ യഥാർത്ഥ രൂപം. ആ രൂപം ഈ പറയുന്ന ഗുണങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്ന ഒരു നിലയാണ്. അതാണ് നിർഗുണമായ ഒരു സ്വരൂപമാണ് അതിനുള്ളത്. സാക്ഷി കേവല ചേതഹോ നിർഗുണച്ച, ഗുണമില്ല, കേവലനാണ്, പക്ഷെ ചേതനനാണ്. അതാണ് വാസ്തവത്തിൽ ചൈതന്യമുള്ളത് അതിന് മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നിനും തന്നെ ചൈതന്യമില്ല, സ്വപ്രകാശമില്ല, ഒന്നിനും സ്വപ്രകാശമില്ല. ഈ സാക്ഷിയാണ് സ്വപ്രകാശമായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞ് ഇതിനെ അറിയാൻ വലിയ പാടൊന്നുമില്ല, എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ട് ഒരു കാലത്തും കെടാവിളക്കായിട്ട് ഇതിരിക്കുകയാണ്. ഇതിനെ അറിഞ്ഞ്, ഇതാണ് ആത്മജ്യോതി ശിവോസ്മ്യഹം. നമ്മൾ ഇതിൽ പിന്നെ അനുഷ്ഠാനം ചെയ്യുമ്പോൾ പദ്യങ്ങൾ വരണില്ലേ, അതിൽ പലതും ഇതിനെ പ്രകീർത്തിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രാർത്ഥനാ ഗീതമുണ്ട്, അന്തർജ്യോതി ബഹിർജ്യോതി പ്രത്യക് പരാത്പരം ജ്യോതിർജ്യോതി സ്വയം ജ്യോതി ആത്മജ്യോതി ശിവോസ്മ്യഹം. അങ്ങനെ ഗുരുപ്രസാദേന വിനാന ബുദ്ധി, ഗുരുപ്രസാദേന വിനാന സിദ്ധി, ഗുരുപ്രസാദേന വിനാന യുക്തി, ഗുരുപ്രസാദേന വിനാന മുക്തി. ഇതെല്ലാം ആ ഗുരുവിൻ്റെ പ്രസാദം കൊണ്ടാണ് ഉണ്ടാകും. ഇതിൽ ആ ശുദ്ധമായ ബുദ്ധി ഉണ്ടാവുന്നത് ആ ഗുരുപ്രസാദം കൊണ്ടാണ്. ഈ ഗുരുപ്രസാദം കൊണ്ട് തന്നെയാണ് വിനാന സിദ്ധി ബുദ്ധി യുക്തി ഉണ്ടാവുന്നത് ഇതുകൊണ്ടാണ്. അതാണ് ഈ ദേവതാനുഗ്രഹം. ദേവതാനുഗ്രഹം എന്ന് വെച്ചാൽ ആ ഗുരുവിൻ്റെ പ്രസാദം. അതിനെ വരുത്താൻ വേണ്ടിയിട്ടാണ് ചേച്ചി പറയുന്നത്, എല്ലാ ജീവജാലങ്ങളെയും ഏകോദര സഹോദരമായിട്ട് ഭാവിക്കുക, അല്ലെങ്കിൽ എല്ലാത്തിലും ഏകത്വം കാണുക. ഇതൊരു ഭേദമില്ലാതെ ഇതിനെ ദർശിക്കുക. എല്ലാത്തിനും സ്നേഹമാവാം, പക്ഷെ യൂണിവേഴ്സലായിരിക്കും. നമുക്കൊക്കെ സ്നേഹമുള്ള നമ്മുടെ കുടുംബത്തോടും നമ്മുടെ കുട്ടികളോടും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരോടുള്ള സ്നേഹം, അത് സ്നേഹമല്ല, അത് വികാരം. സ്നേഹം എന്ന് പറയുന്നത് വേറൊന്നാണ്, അത് ദൈവികമാണ്, അത് സർവചരാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ഹിന്ദുമത ധർമ്മം തന്നെ എന്തിനാണ്? ലോകാസമസ്ത സുഖിനോ ഭവന്തു, അല്ലേ? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? എല്ലാം മംഗളമായിരിക്കട്ടെ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം വരട്ടെ. ഈ രൂപത്തിൽ എല്ലാം കൂടെ ചേർത്ത് ഇത് എനിക്ക് മാത്രമെന്നാവുമ്പോഴാണ് ഇത് കുറവ് വരുന്നത്. അങ്ങനെ ഒരു മനോഭാവം ഇതിലുണ്ടായി വരുന്നതിനെയാണ് ദേവതാനുഗ്രഹം എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, സത്വഗുണപ്രധാനമായി മനസ്സ് വന്നാൽ ഇതിൽ ജ്ഞാനം ഉണ്ടാകും.
നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞത് മനസ്സ് ശുദ്ധമായാൽ ഇതിൽ ജ്ഞാനം ഉണ്ടാകും. അന്ധക്കരണ ശുദ്ധി എന്ന് പറയുന്നത് എന്തിനാണ്? ഞാനെന്നും എൻ്റെതെന്നും വരുന്ന മമതാഭിമാനങ്ങളെ മാറ്റിയാൽ മതി. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ദേഹമായിട്ട്, ഈ ദേഹ അളവിൽ ഒരു സംഭവമായിട്ട് മാറും. എൻ്റെതെന്ന് പറഞ്ഞ ഉടനെ അത് സംബന്ധിച്ചുള്ള അഭിമാനം, ഈ അഭിമാനം, ഇത് രണ്ടുമാണ് മമതാഭിമാനങ്ങൾ. ഈ മമതാഭിമാനങ്ങളെ വെടിഞ്ഞ് നിൽക്കുന്ന ഒരു ബുദ്ധി. ഒട്ടും തന്നെ ഇക്കാര്യത്തിൽ സംശയിക്കാൻ വഴിയില്ല. അതിനാൽ അന്തർമുഖമായി ദൃഷ്ടിയാൽ അലയോ മുനികുമാര, അങ്ങ് നന്നായി വിചാരിക്കുക. ഈ ചിൽശക്തി സർവാഭാസികയും സർവോത്കൃഷ്ടയും സർവസംശ്രയയും സാക്ഷാത് ത്രിപുര സർവാത്മികയും ഏതൊരു ദേശത്തിൽ, ഏതൊരു കാലത്തിൽ, ഏതൊരു രൂപമായി സംശോഭിക്കുന്നില്ല. എപ്പോൾ ആ ചിതിശക്തി പ്രകാശിക്കുന്നില്ല, അപ്പോൾ ഒന്നും തന്നെ പ്രകാശിക്കുന്നില്ല. നനച്ചാൽ പ്രകാശിക്കുന്നില്ല എന്ന രൂപത്തിലും എപ്പോഴും പ്രകാശിക്കുവാൻ ഹേതുവായ ചിൽപ്രകാശത്തിന് അപ്രകാശത ഭവിക്കുമോ? പ്രകാശിക്കുന്നില്ല എന്നുള്ള രൂപത്തിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് ചിൽശക്തിയാണെന്നാണ്. ഇത് ആർക്ക് കൊടുക്കുന്നതാണ്? ഇത് ജനകമഹാരാജാവിൻ്റെ ആ സദസ്സിൽ അഷ്ടവക്ര മുനി വന്നു. ആ അഷ്ടവക്ര മുനിക്ക് മറ്റേ ഗാർഗി ആ സന്യാസിനിയമ്മ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ചിത്ശക്തി ഇപ്രകാരം എപ്പോഴും വിളങ്ങുന്നു എന്ന ബോധ്യം വന്നാൽ, കാരണം ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും വിളങ്ങുന്നത് ഈ ചിത്ശക്തിയാണ്. ആ ചിത്ശക്തി വിളങ്ങുന്നതുകൊണ്ടാണ് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ നമ്മൾ അറിയുന്നത്. ജാഗ്രതത്തിൽ അഭിമാനി ജീവൻ, ചിതാഭാസൻ സ്വപ്നത്തിലില്ല. സ്വപ്നത്തിൽ അഭിമാനി ജീവൻ, തൈജസൻ സുഷുപ്തിയിലില്ല. അപ്പോൾ ഈ 3 ജീവന്മാരും ഇതറിയുന്നു എന്ന് പറയുന്നത് വിഡിത്തം എന്നാണ് പറയുന്നത്. കാരണം ഈ ജീവന്മാർക്ക് തന്നെ ഒരു സ്ഥിരമായ എക്സിസ്റ്റൻസ് ഇല്ല. ഉണ്ടോ? ഈ 3 അവസ്ഥയിൽ മാറി മാറി ജീവന്മാർ മാറി മാറി വരികയാണ്. പക്ഷേ ഈ സാക്ഷി 3 അവസ്ഥയിൽ മാറാതെ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഉദാഹരിക്കാൻ നോക്കണം. തന്നില്ലേ ഇതെങ്ങനെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതിലൂടൊരു ഉത്സാഹത്തോടുകൂടി വരണം. അങ്ങനെ വന്ന് ഇതിൽ ചിന്തിക്കുന്ന പക്ഷം ഇത് പതുക്കെ പതുക്കെ ആ ഗുരു പറഞ്ഞില്ലേ, ഗുരുപ്രസാദേന വിനാന, അത് പറഞ്ഞില്ലേ, ആ പദ്യം ഇതിൽ നോക്കിക്കൊണ്ടാൽ മതി. ഇങ്ങനെയാണ് ക്രമത്തിൽ ഇത് മാറണം. തനിക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. ഈശ്വര ആ ഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ ഗുരുവിൻ്റെ അനുഗ്രഹം വരണമെങ്കിൽ, ആ ദേവതയുടെ അനുഗ്രഹം വരണമെങ്കിൽ മനസ്സിനെ ശുദ്ധമാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാമം പറയുന്നതും ആശ്രമത്തിൽ സേവകൾ ചെയ്യുന്നതും എല്ലാം നിഷ്കാമ്യമായിട്ട് ചെയ്തു വരുമ്പോൾ മനസ്സിന് ശുദ്ധി വരും. അങ്ങനെയാണത് ഉപലക്ഷിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇപ്രകാരം ചിത്ശക്തി എപ്പോഴും വിളങ്ങുന്നു എന്ന ബോധ്യം വന്നാൽ ചിത്ശക്തി എങ്ങനെയാണ് പ്രകാശിക്കുന്നതെന്ന് അങ്ങ് സൂക്ഷ്മമായി ആലോചിക്കണം. ശുദ്ധ ചിത്വിഷയത്തിൽ പണ്ഡിതന്മാരും ബുദ്ധിമാന്മാരും അന്തർദൃഷ്ടി ഇല്ലായ്മ മൂലം ശരിയായ ബോധമില്ലാതെ മോഹിതരായി കരകാണാത്ത സംസാര സമുദ്രത്തിൽപ്പെട്ട് ഉഴലുന്നു. അല്പവും സങ്കല്പമില്ലാതാക്കി ഒരു ചിന്തയുമില്ലാതെ ഏതൊരു കാലത്തോളം വാഴുന്നില്ല. അതുവരെ എന്ത് ചെയ്താലും അന്തർദൃഷ്ടി ഭവിക്കുകയില്ല. അന്തർദൃഷ്ടി ഉണ്ടായില്ലെങ്കിൽ ഒരിക്കലും ശുദ്ധയായ സ്ഥിതിയെ കണ്ടുകിട്ടുകയില്ല. അല്പം പോലും ഇല്ലായ്ക തന്നെയാണ് അന്തർദൃഷ്ടി എന്നും അറിയുക. എത്ര കാലത്തോളം സങ്കല്പം ഭവിക്കുന്നു അക്കാലത്തോളം അന്തർദൃഷ്ടി കാണുകയില്ല. സങ്കല്പത്തെ പറ്റിയെല്ലാം അറിയാം. നമുക്ക് എല്ലാം സങ്കല്പങ്ങളാണ്. ഒരു ഉദാഹരണം പറയണെങ്കിൽ, സത്യമല്ല ഇത്. ഒരു ശബ്ദം കേട്ടു, ഉടനെ ആ സങ്കല്പം അവിടെ നോക്കി, അയ്യോ മോൻ അവിടെ വീണു, സങ്കല്പപ്പെട്ടിയാണ്. അല്ല, അത് പൂച്ചയെ ഒരു പാത്രം തള്ളിയിട്ടതാണ്. പക്ഷെ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ 5 ഇന്ദ്രിയങ്ങളും ഈ മനസ്സിന് സങ്കല്പത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഭയമാണ് അടിത്തറ.
എന്തോ സംഭവിച്ചു പോകുന്നുള്ള പേടിയാണ്. അതാണ് നമുക്ക് ഈ വൃത്തികളെ രൂപപ്പെടുത്തിയിട്ട് അതിൽ വ്യവഹാരത്തെ ഉണ്ടാക്കും. വ്യവഹാരത്തെ വേറെ നമ്മൾ ആത്മസ്വരൂപമായിട്ട് ഇരിക്കുന്നത് നമുക്ക് ഒരു കലക്കം ഏർപ്പെടുകയാണ്. ഇതാണ് ഈ സങ്കല്പം. ഇതിലൊരു ചലനം ഏർപ്പെടുകയാണ്. ഈ ചലനരഹിതമായിരിക്കാൻ പറ്റുമോ? പക്ഷേ പറ്റും. കുറച്ച് സമയമെങ്കിലും മുറിക്കകത്ത് ധ്യാനിക്കാനായിട്ട് പ്രവേശിച്ചിട്ട് എല്ലാം മറന്ന് കുറച്ച് സമയത്തേക്ക് നമ്മൾ സ്വാമി പറയുന്ന ഒരു അരമണിക്കൂർ നിങ്ങൾ ധ്യാനിക്കുമെങ്കിൽ ഈ അരമണിക്കൂർ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കരുത്. നിങ്ങൾ ഒന്നിനെപ്പറ്റിയും ചിന്തിക്കരുത്. എന്ത് വരട്ടെ, ലോകം ഇടിഞ്ഞു വീണാലും ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും സ്വാമി പറയുന്ന അനങ്ങരുതോ? പറ്റുമോ? ഇങ്ങനെയാണ് ധ്യാനം ഇതിൽ കൊണ്ടുവരേണ്ടത്. അപ്പം നമുക്കങ്ങനെയല്ല. നമ്മൾ ഇരിക്കുന്നെങ്കിലും പേടിച്ചിട്ടാണ്. ചെറുക്കല്ല അതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടിക്കളയോ, എന്തെങ്കിലും ആയിപ്പോവോ? ഈ കൊല്ലത്തോളം ധ്യാനം ഇതിൽ വരില്ല. ധ്യാനം പിടിക്കുകയില്ല ഇതാർക്കും. അതിനാണ് ഈശ്വര സമർപ്പണം ചെയ്യാൻ പറഞ്ഞത്. ഭഗവാനെ എല്ലാം അങ്ങയുടെ വിഭൂതികളാണ് ഇതെല്ലാം. ഞാനടക്കം. ഞാനെത്ര നിസ്സാരൻ അല്ലേ വാസ്തവത്തിൽ. എല്ലാം അങ്ങ് സൃഷ്ടിക്കുന്നു, അങ്ങയാൽ നടക്കുന്നു. അങ്ങ് തന്നെ കുറേ കാലം ഇതിനെ രക്ഷിക്കുന്നു. കുറച്ച് കാലം കഴിഞ്ഞ് അങ്ങ് തന്നെ ഇതിനെ സംഹരിക്കുന്നു. ഇതെല്ലാം ഇതിൽ നടക്കുന്നു. എല്ലാം അങ്ങ് തന്നെ നിർവഹിക്കുമെന്ന് തോന്നുന്നു. ദൃഢനിശ്ചയം ഉണ്ടായാൽ അത് ഈശ്വര സമർപ്പണമാണ്. ഇതിനെയാണ് പറയുന്നത് മഹത്തുക്കൾ ഈശ്വരന് സമർപ്പിച്ചു. എല്ലാം കൊണ്ടുവന്ന് ഈശ്വരന് സമർപ്പിച്ചു. രമണ ഭഗവാനൊക്കെ ഈ സമർപ്പണം ചെയ്ത് അരുണാചലേശ്വരിൽ കണ്ടിട്ട് പറഞ്ഞു, ഞാനെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. എനിക്കിനി ഒരു കർത്തവ്യവും ഇല്ല. എൻ്റെ എല്ലാ കർത്തവ്യങ്ങളും തീർന്നു. എനിക്കിനി ഒന്നും ചെയ്യാനായിട്ടില്ല. പറ്റുമോ നമുക്ക്? അതാണ് ഇതിൻ്റെ ധ്യാനം പിടിക്കണമെങ്കിൽ ഈ ഒരു ഇത് വേണം. ഗീതയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കണത്തിൽ പല ഉലകായി ഉദിക്കുമെന്ന് നെഞ്ച് എപ്പടി അടക്കലാവുന്നു സ്വാമി ചോദിച്ചു. തമിഴിലെ സ്വാമി ഒരു നിമിഷത്തിൽ തന്നെ 1000 ഉലകായിട്ട് ഇത് സങ്കല്പപ്പെട്ടതാണ്. ഓരോന്നോരോ സങ്കല്പങ്ങളാണ്. ഒരിടത്തും നിൽക്കില്ല ഈ സങ്കല്പം. ഞാൻ വേണമെങ്കിൽ ചെറിയ ഉദാഹരണം പറയാം. ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. കുട്ടി വീണെന്നുള്ളത് ഒരു സങ്കല്പമാണെങ്കിൽ അത് അയൽപക്കത്ത് ആ ചെറുക്കൻ അവന് തള്ളിയിട്ടതാണോ ഒന്ന് അടുത്ത്. അങ്ങനെയാണെങ്കിൽ അവനോടൊരു ക്രോധം വേറെ സങ്കല്പമാണ്. ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് ഒരു ചെറിയ വിഷയത്തെ പിടിച്ചുകൊണ്ട് ഈ മനസ്സ് ഇങ്ങനെ എന്താ പറയും, ഇങ്ങനെ വിജൃംഭിക്കുന്നതാണ്, വികാരപ്പെടുന്നതാണ്. ഇതാണ് സങ്കല്പം. ഈ സങ്കല്പത്തെ അടക്കം ആർക്കെങ്കിലും പറ്റുമോ? മനുഷ്യർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈശ്വര സമർപ്പണം, ഗുരുസമർപ്പണം ചെയ്യേണ്ടത്. ഗുരുസമർപ്പണം ചെയ്യുക എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു തെറ്റായ നടപടിയല്ല, വാസ്തവമാണ്. വാസ്തവത്തിൽ ഈ സമർപ്പണം കൊണ്ട് ആ ഈശ്വരൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ ഈ നമ്മുടെ സമർപ്പണം അദ്ദേഹത്തിന് പ്രവർത്തിപ്പിക്കും. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ സ്വാമിയുടെ ഒരു കഥ പറഞ്ഞ് കേട്ടിട്ടില്ലേ? തപോവന സ്വാമികൾ കേട്ടിട്ടില്ല? ഈ തപോവന സ്വാമികൾ കുടുംബമെല്ലാം ഉപേക്ഷിച്ച് നേരെ നല്ല ഉദ്യോഗമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഭയങ്കരമായിട്ട് പഠിച്ച ആളാണ് ഈ തപോവന സ്വാമി. സംസ്കൃതത്തിലൊക്കെ നല്ല വിപത്തിയുള്ള ആളാണ്. ഇദ്ദേഹം സന്യസിച്ചു, നേരെ കാട്ടിൽ കയറി. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ തലേ ദിവസം വരെ പട്ടുമെത്തയിലേക്ക് AC ഒക്കെ ഇട്ട്, AC ഇല്ലാന്ന് കിടന്ന ആളുകളാണ് ഇവരൊക്കെ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ആളുകളാണ്. വനമെന്ന് വെച്ചാൽ അറിയാമല്ലോ, മൃഗങ്ങളും അതുപോലെ സുരക്ഷയുണ്ടോ. അതിന് ഒരുതരം കൊതുക്, ഒരു ഈച്ചയുണ്ട്. അത് വന്ന് കടിച്ചു കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം. ഇങ്ങനെയുള്ള ഹിംസ്ര ജന്തുക്കളുടെ ഇടയിലേക്ക് ഇദ്ദേഹം കിടന്നു. ഇദ്ദേഹം ആലോചിച്ചു. പെട്ടെന്ന് ജീവബുദ്ധി ചിന്തിച്ചപ്പോൾ വേണ്ടായിരുന്നു തോന്നും ചിലപ്പോൾ. പക്ഷേ തൻ്റെ ലക്ഷ്യം ഇതല്ലല്ലോ. ഈ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകാനല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഇതിലാ മുക്തി ഉണ്ടാവണ്ടേ, നമ്മുടെ ലക്ഷ്യം സാധിക്കണ്ടേ. അതിന് ഈ ത്യാഗം ചെയ്തേ പറ്റുമെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ദേവാദിദേവ സർവജ്ഞ ഇതാണെന്ന് രമണ ഭൂദേശ